ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രോഹിത്തും അലീനയും കൂടി അമ്പലത്തിൽ നിന്ന് വരികയാണ്. ആ സമയം കുറച്ച് പേര് കവലയിൽ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഇവർ രോഹിത്തിനെ അടിക്കണം തല്ലണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അവൻ പീഡനം കഴിഞ്ഞ് വേഷം മാറി നടക്കുകയാണ്. അവൻ്റെ തല ഞാനൊന്ന് അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരവരെ കാത്തു നിൽക്കുന്നത്. ഇത് കാണുന്ന രോഹിത്തിന് എന്തോ ഒരു പന്തികേട് തോന്നും. അവൻ അലീനോട് പറയും, ചേച്ചി അവരെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ അലീന പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എൻ്റെ കയ്യിൽ സേഫ്റ്റി പിന്നുണ്ട്. അത് പറഞ്ഞ് അവൾ അവരുടെ വീഡിയോ എടുക്കാൻ നോക്കുകയാണ്. അലീന വീഡിയോ എടുക്കുന്നത് ഇവന്മാർ കാണുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ പറയും, അവർ നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ ആ ഫോണ് തല്ലി പൊട്ടിക്കുമെന്ന് പറയും. അവരടുത്തെത്തുമ്പോൾ അലീനേനും രോഹിത്തിനും തടഞ്ഞു നിർത്തും. എന്തിനാ നീ ഞങ്ങളുടെ വീഡിയോ എടുക്കുമെന്ന് ചോദിക്കും. അലീന പറയും, എനിക്ക് പോലീസിനെ അയച്ചു കൊടുക്കാൻ, അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ചെയ്ത് നോക്ക്, അപ്പം വിവരറിയാം. പോലീസ് ഞങ്ങൾക്ക് പുല്ല, അതൊന്നും പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കാൻ നോക്കണ്ട. ഇതും പറഞ്ഞെടുത്താൻ രോഹിത്തിനെ തല്ലാൻ കൈയോങ്ങുമ്പോൾ അലീന അവൻ്റെ കയ്യിൽ സേഫ്റ്റി പിന്നുകൊണ്ട് കീറി മുറിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾ രോഹിത്തിനെ വിളിച്ച് പോകും. അടുത്തതായി കാണിക്കുന്നത് ചിന്നിക്കുട്ടീനെയാണ്. ചിന്നിക്കുട്ടിയോട് ഉമ്മറത്ത് ഒരു പാവക്കുട്ടീനെ കളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഊർമിള വന്ന് കാറിലിറങ്ങുന്നത്. വന്നിറങ്ങിയിട്ട് നേരെ പോണ ചിന്നിക്കുട്ടിയുടെ അടുത്തേക്കാണ്. ചിന്നിക്കുട്ടിയോട് ഹലോ എന്ന് ചോദിക്കും. അപ്പോൾ ചിന്നിക്കുട്ടി ചോദിക്കും, ആരാ, എന്താ, എവിടുന്നാ? അപ്പോൾ പറയും, ഞാൻ ഊർമിള, എന്നെ കാണാൻ വന്നതാണോ ചോദിക്കും ചിന്നിക്കുട്ടി. അപ്പോൾ പറയും, അതെ, ഞാൻ മോളെ കാണാൻ വന്നതാ. അപ്പോൾ അലീന ആൻറ്റി, രേവതി ആൻറ്റിയൊക്കെ എവിടെ? അതാരാ അലീന ആൻറ്റി, രേവതി ആൻറ്റി? അത് കേൾക്കുമ്പോൾ ചിന്നിക്കുട്ടി ചോദിക്കും, അപ്പോൾ എന്നെ കാണാൻ വന്നതല്ല അല്ലേ? അപ്പോൾ ഊർമിള പറയും, അല്ല, ഞാൻ സിസ്റ്ററെ കാണാൻ വന്നതാ. അപ്പോൾ പറയും, എന്നാൽ ഞാൻ സിസ്റ്ററെ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറയും, പറഞ്ഞിട്ട് വരാമെന്ന് പറയും. അപ്പോൾ പറയും, എന്നാൽ ഞാനും വരട്ടെ ചോദിക്കും ഊർമിള. അപ്പോൾ ചിന്നിക്കുട്ടി പറയും, വരണ്ട, ഞാൻ പോയി പറഞ്ഞിട്ട് വന്നാൽ മതി, ഇല്ലെങ്കിൽ സിസ്റ്റർ ചീത്ത പറയുമെന്ന് പറയും. എന്നിട്ട് നേരെ പോയി സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് പറയും, ഫ്രണ്ടിലൊരു ചേച്ചി വന്ന് നിൽക്കുന്നുണ്ട്, ആൻറ്റി വന്ന് നിൽക്കുന്നുണ്ട് സിസ്റ്ററെ പറയും. സിസ്റ്റർ പറയും, അതെയോ, എന്നാൽ ഞാൻ നോക്കിക്കോളാം കേട്ടോ, മോള് പോയി കളിച്ചോ എന്ന് പറയും. എന്നിട്ട് സിസ്റ്റർ വേറൊരു സിസ്റ്ററെ വിട്ട് പുറത്തേക്ക് പറഞ്ഞയക്കും. അപ്പോൾ ആ സിസ്റ്റർ പോയിട്ട് ഊർമിളേനെ എന്താ കാര്യം, എവിടുന്നാണ് വരുന്നതെന്നൊക്കെ അന്വേഷിക്കും. അപ്പോൾ ഊർമിള പറയും, ഞാൻ അഡോപ്ഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ഞാൻ ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു, അതിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്ക് മദറിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് ഊർമിളേനെയും കൂട്ടി സിസ്റ്ററിൻ്റെ റൂമിലേക്ക് പോകും. അങ്ങനെ മദറിൻ്റെ റൂമിലെത്തിയിട്ട് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ ഊർമിള പറയും, എനിക്ക് കുട്ടികളെയൊക്കെ ഒന്ന് കാണണമെന്ന് പറയും. സിസ്റ്റർ ചോദിക്കും, കുട്ടികളെ ആൺകുട്ടീനെയല്ലേ ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നു ചോദിക്കും. അതെ, പക്ഷെ കുട്ടികളെ സെലക്ട് ചെയ്തതിന് ശേഷം കാണാൻ പാടുള്ളൂ, അതിന് മുന്നേ കാണിച്ചു കൊടുക്കാൻ പാടില്ല, ഉള്ളതിൽ നല്ലത് നോക്കി തിരഞ്ഞെടുക്കണ രീതി പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഊർമിള പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണ്ടേ, പറഞ്ഞ പ്രായം, ആരോഗ്യം ഇതൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് നോക്കണ്ടേ പറയും. ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ വെറും കൈയോടെ മടങ്ങേണ്ടി വരും, അങ്ങനെയാകുമ്പോൾ ഒരു കുട്ടിയുടെ അവസരമല്ലേ നഷ്ടപ്പെടുന്നത് എന്ന് പറയും. അങ്ങനെ സിസ്റ്റർ സമ്മതിക്കും. അപ്പോൾ കുട്ടികളെയൊക്കെ ഒരുക്കി നിർത്താൻ പറയും, വേറെ സിസ്റ്ററെ വിളിച്ചിട്ട്. അങ്ങനെ ഊർമിള കുട്ടികളെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ കുട്ടികളെ കാണാൻ പോവും. അവർക്ക് കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ട് അതും കൊണ്ടാണ് പോണത്. ഒരു സിസ്റ്ററിൻ്റെ കൂടെയാണ് പോണത്. അവിടെ എത്തിക്കഴിഞ്ഞ് കുട്ടികളായിട്ട് പരിചയപ്പെടും. അപ്പോൾ ഒരു കുട്ടികളെയും താല്പര്യക്കുറവൊന്നുമില്ല, എല്ലാ കുട്ടികളോടും ഇഷ്ടം തന്നെയാണ് ആൾക്ക്. എന്നാലും പ്രത്യേകം ചിന്നിക്കുട്ടിയോടൊരു പ്രത്യേക ഇഷ്ടം, താല്പര്യമുണ്ട് ആൾക്ക്. അപ്പോൾ സിസ്റ്ററിനോട് ചോദിക്കും, ഞാൻ വരുമ്പോൾ അവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ചിന്നിക്കുട്ടിയായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് ആൺകുട്ടീനെയല്ല ആവശ്യം ചോദിക്കും. അപ്പോൾ പറയും, എനിക്ക് ഒരു കുട്ടീനെയും കൂടി ദത്തെടുത്താൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണണമെന്ന് പറയും. അപ്പോൾ എന്നിട്ട് ചിന്നിക്കുട്ടീൻ്റെ അടുത്തേക്കാണ് പോകണം. അടുത്തത് ചിന്നിക്കുട്ടിയോട് എന്തോ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഊർമിള വന്ന് കുട്ടീനെ എടുക്കും, കൊഞ്ചിക്കും, വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൻറ്റിയുടെ വീട്ടിൽ കുറേ ഡോൾസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചിന്നുമോൾ അന്വേഷിക്കുന്നുണ്ട്, അവിടെ രേവതി ആൻറ്റിയും അലീന ആൻറ്റിയും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് അവരെയും കൊണ്ടുവരാം അങ്ങോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് സ്വീറ്റ്സും കൊണ്ട് ചിന്നിക്കുട്ടീനെ എടുത്തിട്ട് ഊർമിള പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രോഹിത്തും അലീനയും കൂടി അമ്പലത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വരുന്ന സമയത്ത് രോഹിത്തിനോട് അലീന പറയുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെ പേടിച്ച് നടക്കുന്നത്, നിൻ്റെ പേടിയൊന്നും ഇതുവരെ മാറിയില്ല ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ കോളേജിൽ പോകുമ്പോൾ എന്താവും ഇനിയെന്ന് പറയും.
അപ്പോൾ രോഹിത്ത് പറയും, കോളേജിലോ? ഞാനൊന്നും പോണില്ല കോളേജിൽ. അപ്പോൾ നീ നിൻ്റെ 3 വർഷം കളയാനാണോ നീ? അപ്പോൾ രോഹിത്ത് പറയും, ഇനി അടുത്ത കൊല്ലം വേറെ ഏതെങ്കിലും കോളേജിൽ പോവാം, ഇപ്പം എന്തായാലും ഞാൻ കോളേജിൽ പോണില്ല എന്ന് പറയും. അത് മാത്രമല്ല, എന്തോരം കാശാ പിന്നെ നഷ്ടമായി പോകുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, പിന്നെ ഇവിടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് പോലും എനിക്ക് തരില്ല, മിക്കവാറും എന്നെ TC ഒന്ന് പറഞ്ഞയക്കുള്ളൂ എന്നൊക്കെ രോഹിത്ത് പറയും. അപ്പം അലീന പറയും, നമുക്കത് അച്ഛനായിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് കയറുകയാണ്. കയറി വരുമ്പോൾ ബാലേന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, നിങ്ങൾ നടക്കാൻ പോയിട്ട് എന്തായി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കും. അപ്പോൾ അലീന പറയും, എല്ലായിടത്തും സദാചാര പോലീസാണല്ലോ, അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് പേര് കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ രോഹിത്തിനെ അടിക്കാൻ വേണ്ടി വന്നു. ഞാൻ അതിലൊരാളുടെ കൈ സേഫ്റ്റി പിന്ന് വെച്ച് കീറി മുറിച്ചു. ഞാൻ എൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ കാട്ടിക്കൊടുക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഇപ്പം നിങ്ങൾക്ക് എന്നെ ഫോൺ ചെയ്തൊന്ന് വിളിക്കായിരുന്നില്ലേ, ഇതൊരു നിസ്സാര സംഭവമല്ല, ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്താനെ, നമുക്കത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അലീന പറയും, ഇപ്രാവശ്യത്തേക്ക് അത് വിട്ടുകളയും, ഇനി അങ്ങനെ ഉണ്ടായാൽ ഞാൻ തന്നെ നേരിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഈ ഫോട്ടോ വീഡിയോ ഒക്കെ എൻ്റെ ഫോണിലേക്ക് അയച്ചിട്ട് ഞാനൊന്ന് കവലയിൽ പോയിട്ട് അന്വേഷിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അലീന പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആദ്യത്തെ ഒരു താക്കീത് കൊടുത്ത് വിട്ടിട്ടുണ്ട്, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് അതെന്തെങ്കിലും നോക്കാമെന്ന് പറയും.